നമസ്കാരം. പ്രശ്നം ഗുരുതരം, വൻ ഗുരുതരമായ ആരോപണങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഷാനവാസ് ഉന്നയിച്ചിരിക്കുന്നത് വിത്ത് പ്രൂഫ് എന്റെ കയ്യിലുണ്ട്, പറയുന്നത് അപ്പാനിയോടെയാണ്. അതുമല്ല, നമ്മുടെ അക്ബർ ഖാനെ കുറിച്ച് ഇന്നൊരു വളരെ വലിയൊരു ആരോപണം ഷാനവാസ് ഉന്നയിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ജിസൈലിനെ മറ്റൊരു കണ്ണുകൊണ്ട് ആര് നോക്കി? അക്ബർ ഖാൻ നോക്കിയത് മാത്രമല്ല എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു എന്ന് ആരടുത്ത് പറഞ്ഞു കൊടുക്കുന്നു? ജിസൈലിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ആത്മാർത്ഥ അവരുടെ ഗ്രൂപ്പിലുള്ള അംഗമാണ്. വളരെ വലിയൊരു ഗുരുതരമായ ആരോപണമാണ് ഇവിടെ ഷാനവാസ് നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് ബിഗ് ബോസ് നമ്മളെ കാണിച്ചില്ല എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ. ബിൻസീര കേസിൽ ഈ അനുമോള് പറഞ്ഞത് സത്യമാണ് എന്ന് ഇവിടെ ഷാനവാസ് പറയുന്നു. ബിൻസീര കേസ് അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു. എന്റെ കയ്യിൽ വിത്ത് പ്രൂഫാണ്. ഞാനത് പറയാത്തത്, നിനക്കൊരു കുടുംബമുണ്ട്, അവൾക്കൊരു കുടുംബമുണ്ട്, അപ്പർ സൈഡിൽ എൻ്റെ ഒരു സഹോദരിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാത്തത് എന്ന് ഈ പറയുന്ന അപ്പാനെ എടുത്ത് പറയുമ്പോൾ അപ്പാൻ ഒരൊറ്റ അക്ഷരം മിണ്ടാതെ നിൽക്കുക, എതിർത്തൊരക്ഷരം മിണ്ടാതെ. അതായത് അനുമോളിനെ ഇവിടെ വാളെടുത്ത് വെട്ടാൻ പോയ അപ്പാനി ഇന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ അത് എന്തോ ഇല്ലേ? എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. ഈ അക്ബർ ലെവലെടുത്ത് തുള്ളിച്ചാടിക്കൊണ്ട് പോയപ്പോൾ അനുവിന്റെ അടുത്ത് ആ കൊച്ചിന്റെ കേസും പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് പോയപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഗെയിമല്ല എന്റെ ഗെയിം, നിങ്ങളുടെ വൃത്തികെട്ട ഗെയിമല്ല എന്റെ വൃത്തികെട്ട ഗെയിം, എനിക്ക് വിത്ത് പ്രൂഫ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. അതായത് ബിൻസി പോയപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞൊരു കേസുണ്ട്, അപ്പാനി രക്ഷപ്പെട്ടു, തുറന്നു പറയുക, അപ്പാനിയുടെ മുഖത്ത് നോക്കി തുറന്നു പറയുക. അപ്പോൾ അവിടെ നിന്ന് ജിസൈൽ പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം ജിസൈൽ ഈ കേസ് നന്നായിട്ടറിയാം. ഈ ഒരു കേസ് ആദ്യം ഉന്നയിച്ചതും ജിസൈൽ തന്നെയാണ്. അവരുടെ ഗ്രൂപ്പിലുള്ള അവിടെയുള്ള എല്ലാവർക്കും ഈ സംഭവം അറിയാം. പക്ഷേ ബിഗ് ബോസ് ഇത് നമ്മളെ കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. ബിഗ് ബോസ് ഈ ആഴ്ച എന്തായാലും അവൾ പുറത്താകുമെന്ന് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടിട്ട് എന്ത് ചെയ്യണ്ട, ഇതിട്ട് നാട്ടിക്കണ്ട എന്ന് കരുതി ബിഗ് ബോസ് കാണിക്കാത്തതാണെന്നാണ് എനിക്കിപ്പോ മനസ്സിലായത്. അതായത് വളരെ കൃത്യമായിട്ട് അപ്പാനിയെ മുഖത്ത് നോക്കി പറയണമെന്നേ, എന്താണ് സംഭവം? അപ്പാനി അവിടെ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എവിടെ പോയി അപ്പാനി? നീ വാളെടുത്ത് വെട്ടാത്തെന്താ? നീ തെയ് എന്നാണല്ലോ ഈ പറയുന്ന അനുമോളുടെ മുമ്പിൽ നിന്നത്. ഇപ്പൊ എന്ത് പറ്റി? അക്ബറെ നീ അറിഞ്ഞില്ലേ ഇപ്പൊ എന്ത് പറയാത്തത്? അപ്പോ ഭയങ്കര ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ ഇത് ഈ ബിഗ് ബോസ് വീടിനകത്ത് നടന്നു. എന്നിട്ട് നമ്മളാരും ഒന്നും അറിഞ്ഞില്ല. നമ്മൾ മണ്ടന്മാര്. ബിഗ് ബോസ് നമ്മളെ മണ്ടന്മാരാക്കി എന്നുള്ളതാണ്. ബിഗ് ബോസ് പരമാവധി ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ഞാൻ അന്ന് ബിൻസി പോയപ്പോൾ ഞാൻ പറഞ്ഞതേ വാക്കാണ്, അപ്പാനി രക്ഷപ്പെട്ടു. ഇത് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്. ബിൻസി എവിക്റ്റായി പോയിന്റ് അന്ന് അതേ സെന്റൻസ് തന്നെയാണ് അവിടെ എല്ലാരും പറയുന്നത്. അതായത് ഷാനവാസ് പറയുന്നത് ഞാനും അത് തന്നെയാണ് പറഞ്ഞത്, നീ രക്ഷപ്പെട്ടു, എൻ്റെ പ്രൂഫ് ഉണ്ട്. അപ്പൊ ഇത്രയും ചങ്കൂട്ടത്തോടെ ഒരാൾ പറയുന്നു. ഈ പറയുന്ന അനുമോള് പറഞ്ഞെന്താണ്, നീ കാരണം ഒരു പെൺകുച്ച് പോയിന്ന് മാത്രമേ പറഞ്ഞോളൂ. ആ അനുമോളെ നമ്മൾ വെട്ടാൻ വേണ്ടി വാളെടുത്തവന്മാരാണ്. ഇന്ന് മുഖത്തേക്ക് പറയാൻ എൻ്റെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ കമാന്നൊരു അക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്. മനസ്സിലായി? ഇവൻ ബാക്കിലേ നടന്നുകൊണ്ട് അവസാനം പറയുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങളെ വളച്ചൊടിക്കരുത്. ഞാൻ വളച്ചൊടിക്കുന്നില്ല, എന്റെ തെളിവുണ്ട് നിങ്ങൾ ഇത്രയും തന്നെ അങ്ങ് പോവുകയാണ്. അവരുടെ ബോഡി ലാംഗ്വേജിലും തിരികെ കൊടുക്കുന്ന മറുപടിയിലൊക്കെ എന്തോ കള്ളത്തിൽ. എനിക്കതിന് അവസാനം ഒരു ലവ് ട്രാക്ക് പിന്നീട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? അത് ലാസ്റ്റ് പക്ഷെ എന്ത് ചെയ്യും? ബിഗ് ബോസ് മുളയിലെ നുള്ളി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംഭവ ബഹുലമായ കാര്യങ്ങൾ ഇന്ന് നടന്നു. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിറഞ്ഞു നിന്നത് ഒള്ളി ചിറ്റപ്പൊലിയായ നമ്മുടെ അനുമോള് തന്നെയായിരുന്നു. ഇന്നലെ ആയിക്കോട്ടെ മിനിഞ്ഞാന്ന് ഇപ്പൊ അങ്ങോട്ട് ഈ വരുന്ന ആഴ്ചകളെല്ലാം ബിഗ് ബോസിനെ കൊണ്ടുപോയി ഇന്നൊരു ടാസ്ക് പോലും ഇല്ലായിരുന്നു, ഒരൊറ്റ ടാസ്ക് കൊടുത്തില്ല. എന്നിട്ടും ഇന്നത്തെ ബിഗ് ബോസ് ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും. അത് ലൈവ് ആയിക്കോട്ടെ ഇപ്പം എപ്പിസോഡായിരിക്കും, നല്ല റേറ്റിംഗ് ആയിരിക്കും. ആ റേറ്റിംഗ് വരാനുള്ള കാരണം അനുമോൾ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയാണ്. ഇന്ന് ശ്രദ്ധിച്ചോ, ഇന്ന് ഒരു ടാസ്കും കൊടുത്തില്ല, ഒരൊറ്റ ടാസ്കില്ല. പക്ഷെ നമുക്ക് ടാസ്ക് കൊടുക്കണേക്കാളും നമുക്ക് ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അങ്ങനെ എല്ലാത്തിനും കാരണം അനുമോൾ എന്ന ഒറ്റയാനാണ്. ഈ അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റയാൻ ഈ പറയുന്ന അവിടെയുള്ള എല്ലാവരുടെ നിന്ന് ഒറ്റയ്ക്ക് നെഞ്ചുറപ്പോടെ നിന്ന് പൊരുതുന്നതാണ് നമ്മളിന്ന് കണ്ടത്. പിന്നെ അവസാനം ഈ അനുമോള് അപ്പാനിയുടെ കാല് പിടിക്കുന്നത് കണ്ടു. അവർ രണ്ടും എന്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് അവസാനം മാപ്പ് കൊടുത്ത് കാല് പിടിച്ച് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി, ആ ഒരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് കാല് പിടിച്ച് അവർ രണ്ടും രമ്യത്തിലായി. പക്ഷെ അനുമോള് പറഞ്ഞത് ഇവിടെ വെട്ടി തുറന്ന് ഷാനവാസ് അപ്പാനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും അപ്പാനിക്ക് ഒരൊറ്റ മറുപടി പോലും ഇല്ലായിരുന്നു. അതുമല്ല അക്ബറിനെ കുറിച്ച് പറഞ്ഞ കേസുകൾ കൊള്ളാം. എന്ത് പറയാൻ,
ഇന്ന് ആദ്യം കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ലവ് ട്രാക്കിന് ആര്യനും ഈ പറയുന്ന അനുമോളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞു നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം നമ്മുടെ ആദിലയും നമ്മുടെ അനുമോളും തമ്മിലുള്ള ഒരു ചെറിയൊരു കോൺവെർസേഷൻ കാണിക്കുന്നത്. അതിനകത്ത് ലവ് ട്രാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആര്യനുമായി ബന്ധപ്പെട്ട് പറയുന്നു, അവൻ 23 വയസ്സുള്ളൂ, എനിക്ക് പറ്റിയ പയ്യനൊന്നും ഇവിടെ ഇല്ല, ഞാനൊരു ലവ് ട്രാക്ക് പിടിക്കുമെങ്കിൽ അത് ഈ ഒരു തമാശക്കാരിക്കല്ല, അത് വെളിമാണിയും ശ്രീനേഷിനെയും പോയി പുറത്തു പോയി വിവാഹം കഴിക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു സംഭവമേ ഞാൻ ഇവിടെ എടുക്കത്തുള്ളൂ. അതായത് ലവ് ട്രാക്ക് അല്ല, ആത്മാർത്ഥമായ പ്രണയം മാത്രമേ എനിക്ക് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകത്തുള്ളൂ, അതിന് പറ്റിയ ആൾക്കാരും ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്നു. അവസാനം ഒരു മറ്റാളുടെ പേര് പറയുമ്പോൾ ഇവിടെ നാണിച്ച് പോകണമെന്നൊക്കെ പറയുന്നത് ആരുടെ പേരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളവർ കമന്റ് ചെയ്യുക. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഷാരികയും ഹോട്ട് സീറ്റും. അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഒന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഷാരികയ്ക്ക് ഹോട്ട് സീറ്റ് ഇല്ലാതെ മറ്റൊരു കണ്ടന്റ് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പിടിച്ചിരുത്തി ഹോട്ട് സീറ്റ് പറയും. ഹോട്ട് സീറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ പിടിച്ചിരുത്തി വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് ഹോട്ട് സീറ്റ് ഷാരികയ്ക്ക്. മനസ്സിലായോ? മറ്റെവിടെയൊക്കെയാണെങ്കിൽ ഇവർ പറഞ്ഞു വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ, അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, അവർ പറയും. ഇവിടെ ഈ കലാഭവൻ സരികയെ പിടിച്ചിരുത്തി സംസാരിക്കുന്നു, ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു, വളരെ വൾഗറായിട്ട് സംസാരിക്കുന്നു. അതായത് നിന്റെ ശരീര വടിവും നിന്റെ വശ്യതയും കൊണ്ട് നീ ആണുങ്ങളുടെ പുറത്ത് കിടന്നെന്നോ, അങ്ങനെയൊക്കെ നീ വോട്ട് പിടിച്ചത് നിന്റെ ഭർത്താവിനെ കളയാൻ വേണ്ടിയിട്ട് നീ ഇത് കാണിക്കുന്നു, നിനക്കിപ്പോ വേറെ കാമുകനില്ലേ, ഇതൊക്കെ അവിടെ നിന്ന് ഹോട്ട് സീറ്റ് പറയുന്നു. ആ സമയത്തൊക്കെ കലാഭവൻ സരിക അവിടെ ചിരിച്ചു മറിഞ്ഞ് തലങ്ങനെ എടുത്തടിച്ച് അവിടെ എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴൊന്നും ഒരു കുരുവില്ലായിരുന്നു. ഒരു 4-5 മണിക്കൂറായപ്പോ ഒന്ന് പൊട്ടി. പിന്നെ എന്തിന് എന്റെ ദിലീപേട്ട് എന്ത് വിചാരിക്കാൻ? അതിനിടയ്ക്ക് ഷാരിക കരയുന്നു, പിന്നീട് സരിക കരയുന്നു. എന്താണ് ഇത്? എനിക്ക് മനസ്സിലായില്ല. കണ്ടന്റ് കെട്ടി അവർക്ക് ഒരു കണ്ടന്റ് ഇല്ല, ഇതൊരു കണ്ടന്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നത്. ഷാരികയുടെ ഹോട്ട് സീറ്റിലെ സംസാരമൊന്നും എനിക്ക് ഇഷ്ടം. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഷാരികയുടെ കൂടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നത്, അതായത് ഷാരിക KPയുടെ സരികയുടെ കൂടെ, കലാഭവൻ സരികയുടെ കൂടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? അത് അതുവരെ ചിരിച്ച് കളിച്ച് തലേനെ എടുത്തെറിഞ്ഞ് ഒക്കെ ചെയ്തതിനു ശേഷം അവസാനം വന്ന ഒരു കണ്ടന്റിന് വേണ്ടി വരുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. അടുത്ത പറയാനുള്ളത് നമ്മുടെ അനുവിന്റെയും ഈ പറയുന്ന ലന ഫാത്തിമയുടെയും ഫൈറ്റാണ്. ലന ഫാത്തിമ അതിനു മുമ്പേ, അതായത് ഇത് ഫൈറ്റ് ഉണ്ടാക്കാൻ 2 മണിക്കൂർ മുമ്പേ തന്നെ പറഞ്ഞു, ഞാൻ അവളെ ചെന്ന് ചൊറിയുന്നുണ്ട്, അവൾ അങ്ങോട്ട് അടുക്കുന്നില്ല, ഞാൻ 1-2 കുത്തു കൊടുത്തു, അവളെ മോളെ എന്റെ പോ മോളെ എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് അവരുടെ ഗ്യാങ്ങുമായിട്ട് സംസാരിച്ച് ഇവളെ ഇളക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെയാണ് വരുന്നത്. അതവൾ അതിനകത്ത് പറയുന്നുണ്ട്, ഇതെന്റെ കണ്ടന്റ് ആണ്, എനിക്ക് തോന്നിയെടുത്തിരിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവം. പിന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുന്നു, അത് അനുമോളിന് ട്രിഗർ ആകുന്നു. അനുമോള് പറയുന്നു, എന്നെ നല്ല സംസ്കാരത്തോട് കൂടെ തന്നെയാണ് എന്റെ മാതാപിതാക്കളെ വളർത്തിയത്, നിന്നെ എങ്ങനെയാണ് വളർത്തി വിട്ടുന്നത് എനിക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോ ഈ ഭയങ്കര ഒരു ചൊറിച്ചിലാണ് ഈ രണയ്ക്ക്. ഇന്ന് തന്നെ അനുവിന്റെ മറ്റേ വലിയ ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ കിടന്ന് ഈ ചൊക്കം ചാടുമ്പോൾ 2 സൈഡിൽ കിടന്ന് ഇങ്ങനെ ചാടുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇത് കാണുമ്പോൾ അടിച്ച് കയറ്റി നമ്മൾ ഇങ്ങനെ നമ്മൾ റിയൽ ലൈഫിനാണെങ്കിൽ അടിച്ച് കയറ്റി സംസാരിക്കണേ കയറ്റി നമ്മുടെ അടുത്ത് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെയുള്ള ആംഗ്യം കാണിക്കുമ്പോൾ അടിച്ചു വെച്ചു കൊടുക്കാൻ തോന്നും. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, 18 വയസ്സാണെങ്കിലും പക്വതയില്ല. ഈ ബിഗ് ബോസിൽ വരുന്നവർക്ക് ഒരു പ്രായം ഒരു വിഷയമല്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഇവളുടെ ഈ ചേഷ്ടകൾ കാണുമ്പോൾ പ്രായം ഒരു വിഷയമാണ്. ഒരു മനുഷ്യരുടെ തൊട്ട് ഒരു ബഹുമാനം ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഒരു 5 വയസ്സ് വരെ ബഹുമാനം എന്ന് പറയുന്ന സാധനമില്ല. അവളെ കൊണ്ട് പഠിക്കാനും ഒന്നുമില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനും ഒന്നുമില്ല. അവിടെ പിന്നെ പേഴ്സണൽ ലൈഫ് നോക്കി അതൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണൽ ലൈഫ് ഒന്നും അല്ല. അറിയാമല്ലോ, 15, 12 ഏതോ ഒരു കാമുകൻ ഇപ്പോഴും ഉണ്ട്, അവനെ കൊണ്ട് നടക്കുന്നു, ഇനിയിപ്പം പോയിട്ട് കെട്ടി 19 വയസ്സാൻ കാത്തിരിക്കുന്നു, ഇനി കെട്ടുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ആർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധനങ്ങളൊന്നും അല്ല. അതുപോലെ അഹങ്കാരത്തിന്റെ മുൻമുടിയിലാണ്. ഒരു അച്ഛനേക്കാളും പ്രായമുള്ള അവരെയൊക്കെ ഇടാ പോടാന്നൊക്കെ വിളിക്കാനൊക്കെ അത് ഏത് സംസ്കാരം? അത് അനുമോള് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. അത് വീട്ടുകാർ തന്നെയാണ് ആ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. മനസ്സിലായോ? ഗെയിമൊക്കെ ശരിയാക്കി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കയറി ഇടാന്ന് വിളിക്കരുത്. ഗെയിം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോളെയും കൊണ്ട് പിന്നെ ഗെയിമിലിടുമ്പോൾ അച്ഛനെ നീ കൊടാന്ന് വിളിക്കുവോ? ആരും വിളിക്കത്തില്ല. അതാണ് ബഹുമാനക്കുറവ് എന്ന് പറയുന്നത്. അതുപോലെ നോമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോമിനേഷനില് പിന്നെ കലാഭവൻ ഷാരിക, സൈത്യ, അനുമോള്, അക്ബർ, അപ്പാനി, ഷാനവാസ്, ഒനീൽ, രണ ഫാത്തിമ, ഇത്രയും പേരാണ് നോമിനേഷൻ വന്നത്. പിന്നീട് ഏറ്റവും ഞെട്ടുന്ന ഒരു കാര്യം, അനീഷിന് ഒരൊറ്റ വോട്ട് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അനീഷ് രക്ഷപ്പെട്ടു. നമ്മുടെ ആരാണ് നൂറ, അവരുടെ ആ ഒരു ലെസ്ബിയൻ ദമ്പതികൾ രക്ഷപ്പെട്ടു. അങ്ങനെ കുറെ പേരൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന അനുമോളുടെ വിഷയത്തിലേക്ക് വന്ന അനുമോളും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അനുമോളും അപ്പാനി ശരത്തുമായിട്ടുള്ള വിഷയത്തിലേക്ക് വന്ന വിഷയങ്ങളൊക്കെ നമ്മൾ വലിയ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്,
ഇന്നലെ തലേ ദിവസം ഇതെല്ലാരും കൂടി തീരുമാനിച്ചെടുത്ത എടുത്ത ഒരു തീരുമാനമാണ് കിച്ചണിനകത്ത് മറ്റാരെയും കയറ്റരുത്. എന്ത് തീരുമാനമെടുത്താലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടൊരു തീരുമാനം എടുക്കണമെന്നൊരു തീരുമാനം എടുത്തിൽ മാത്രമേ ആരെങ്കിലും കയറ്റാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം അവർ എടുത്തിരുന്നു. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് അത് അനുമോൾ അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ജിസേൽ അവിടെ വന്ന് അവർക്ക് തോന്നിവാസം പോലെ അവൾ കുക്ക് ചെയ്ത് കഴിക്കും എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന അപ്പാനി ആയിക്കോട്ടെ, ഈ പറയുന്ന ആലീനാവട്ടെ, ജിസേലിന്റെ പിന്നീട് ഈ പറഞ്ഞ പാവാട വള്ളികളാണ്. അതുകൊണ്ട് തന്നെ ജിസേൽ വന്ന് പറഞ്ഞപ്പോൾ ജിസേലിന് ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തു എന്നുള്ളത്. അപ്പൊ അവരൊക്കെ കുറെ ന്യായം പറഞ്ഞു. അവർ നേരത്തെ കഴിച്ചാണ്, അവർ രാവിലെ കാപ്പി കുടിച്ചു, പിന്നീട് ഉച്ചയ്ക്ക് ചോറും കഴിച്ചു. രാവിലെ കാപ്പി കുടിച്ചു, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് നേരത്തെയാണെന്ന്. അതുകൊണ്ട് അവർക്ക് വിഷമത്തിൽ കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കുന്നു. അപ്പൊ അതെന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവിടെ നേരത്തെ ചോറ് കഴിക്കാറ് പറഞ്ഞു, ഇവർ കഴിക്കുമ്പോൾ സമയത്ത് കഴിക്കണം. അവർക്ക് തോന്നുമ്പോൾ ഒന്ന് ചുട്ടെടുക്കാനുള്ള സ്ഥലമല്ല അവിടെ. ക്യാപ്റ്റൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ക്യാപ്റ്റൻ ഒരു ടീമിനെ പിന്നെ നിയമിക്കുമ്പോൾ ആ ടീം കിച്ചൺ എന്ന് പറയുമ്പോൾ അവരുടെ ടീം, അതിന്റെ അടുത്ത് ക്യാപ്റ്റൻ വന്നാൽ നീ ചൂട് കിച്ചൺ ടീം ഇങ്ങോട്ട് മാറിയില്ലേ, ഇനി ഫ്ലോർ അങ്ങനെയല്ല. അത് അനുമോള് പറഞ്ഞ 100% ശരിയാണ്. വേറെ ആരെങ്കിലും വന്നാൽ കൊടുക്കുമായിരുന്നു. അവൾക്ക് വിശപ്പുണ്ടെങ്കിൽ, അതുപോലെ അവൾ വെജിറ്റേറിയൻ ആണെന്നൊക്കെ ന്യായം അടിക്കുന്നത്. ഇവിടെ വെജിറ്റേറിയൻ എന്തിനാണ്? കൂടി ഇപ്പോഴെന്തിനാണ് ചിക്കൻ വെച്ചത്? ഇത്രയും ദിവസം വെജിറ്റേറിയൻ തന്നെയായിരുന്നു. അപ്പോൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് അവൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ ചുട്ടുകൊടുത്ത് അവരെയൊക്കെ സോപ്പിട്ട് നിർത്തിക്കുന്നതാണ് ഈ സാധനം. അപ്പൊ ആ ഒരു സാധനത്തിലും അനുമോള് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പിന്നെ ബിൻസിയുടെ കേസിൽ ആദ്യം ഞാൻ അത് പറഞ്ഞ തെറ്റാണെന്ന് പറയലും, പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ഷാനവാസ് തന്നെ ഡയറക്റ്റ് മുഖത്ത് നോക്കി അപ്പാനി എടുത്ത് പറയുന്നുണ്ട്, ഞാൻ കണ്ടുപിടുത്ത് പ്രൂഫ് എന്റെ കയ്യിലുണ്ടെന്ന്. അപ്പാനിക്ക് ഇവിടെ ആൻസർ ഇല്ല, നോ ആൻസർ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പല സംഭവങ്ങളും ഏഷ്യാനെറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും നന്നായി, കൊച്ചിവിടെ ഇല്ല, പുറത്തായി. ഇനി ഇങ്ങനെ ഇത്രയും കോലാഹലം നടക്കുന്നത് പുറത്തായ കൊച്ചിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പുറത്തായ ബിൻസിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച. അതുകൊണ്ട് തന്നെ ഒരു വൈൽഡ് കാർഡായിട്ട് വീണ്ടും തിരിച്ചു വരും, റീ എൻട്രി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, ഇഫ് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. മനസ്സിലായോ? നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.